ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറേ നാളായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കുന്നു. എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് രാവിലെ തന്നെ എഴുന്നേറ്റ് തന്നെ റേഡിയോൻ്റെ ഒച്ചതിൽ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. 6 മണിയായി ഞാൻ എഴുന്നേറ്റാൻ, ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ആൻറ്റി രാവിലെ തന്നെ റേഡിയോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ ഉടനെ തന്നെ എനിക്ക് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് കുറച്ച് ബ്രീത്തൊക്കെ എടുത്ത് മാത്രമേ ഞാൻ മല്ലന് ബ്രെഡിൽ നിന്ന് എഴുന്നേക്കാറുള്ളൂ. അപ്പോൾ അടുത്ത് തന്നെ ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കണി കാണണം എന്നുള്ള രീതിയിൽ ആ ഫോട്ടോസാണ് ആദ്യം നോക്കാറ്. അപ്പോൾ അതൊക്കെ നോക്കി ഒന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കി, ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് മാത്രമേ ഞാൻ എഴുന്നേറ്റ് പോകാറുള്ളൂ. അതിനുശേഷം ഞാൻ പിന്നെ എൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി ബെഡിൽ ഒന്ന് അവിടെ നീറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ അടുത്ത പണിയിലേക്ക് പോകുന്നത്. അടുത്ത പണി എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക? ബ്രഷ് ചെയ്യലല്ലേ. എല്ലാവർക്കും പൊതുവേ മടിയുള്ളൊരു പണിയാണല്ലോ ഈ ബ്രഷ് ചെയ്യലെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയാം, എനിക്ക് കുറേ സമയം വേണം ബ്രഷ് ചെയ്യാനെങ്കിൽ. അപ്പോൾ ഞാനിതാ ബ്രഷ് പേസ്റ്റൊക്കെ ആക്കി ഞാൻ വളരെ പല്ലിയേക്കാൻ്റെ ഒരു പുറപ്പാടിലുള്ളത്. അപ്പോൾ പല്ലൊക്കെ തേച്ച് എനിക്ക് പല്ലിയേക്കുന്ന സമയത്ത് എനിക്ക് കുറേ സമയം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അപ്പോൾ ആ സമയത്ത് ഒരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ പല്ലും തേച്ചുകൊണ്ട് റൂമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടക്കും. അപ്പോൾ അങ്ങനെ പരപരാ പല്ലെല്ലാം തേച്ച് ഞാനതൊക്കെ ബ്രഷൊക്കെ മാറ്റി വെച്ച് അടുത്ത എൻ്റെ പണിയെന്ന് പറയുന്നത് റൂമിൽ പോയിട്ടൊരു സാധനം എടുക്കണം. എന്താണ്? മെഡിസിനാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് വർഷങ്ങളായിട്ട് ഞാൻ മെഡിസിൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ വെറും വയറ്റിൽ ഗുളിക കഴിക്കണം എന്നാണ് പറയുന്നത് ഡോക്ടർ. സൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസവും കഴിക്കണമല്ലോ. അപ്പോൾ അതിനുശേഷം ഞാൻ മെഡിസിനും കഴിച്ച് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നേ. അതിനു മുമ്പേ ഫ്രണ്ടിലെ ഡോറിൻ്റെ കുറ്റിയൊക്കെ മാറ്റി കൊടുത്തു, കാരണം ആൻറ്റിക്ക് അതൊന്നും എത്തൂല. അതിനുശേഷം ഞാൻ കുളിച്ചിട്ടൊന്ന് ഫ്രഷ് ആവാമെന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത്. കാരണം അടുക്കളയിലേക്ക് ഇറങ്ങണമെങ്കിലൊന്ന് ഫ്രഷായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മല്ലനെ കുളിമുറിയിലേക്കൊക്കെ വന്ന് ഒന്ന് ഫ്രഷ് ആവാനുള്ള ഒരുക്കത്തിലായിരുന്നു. അപ്പോൾ അടുക്കളയിലേക്ക് ഇപ്പോൾ എന്താ ഉണ്ടാക്കുന്നൊരു ആലോചനയിലാണ് ഞാൻ കുളിക്കാൻ വേണ്ടി പോയത്. എന്താണെന്നൊരു തിരുവാടും ഇല്ല. അപ്പോൾ അരിയൊന്നും പൊതിർത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ അരിപ്പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് പുട്ടാക്കാമെന്നുള്ളൊരു ഇതിലുണ്ട്. അതിനു മുന്നേ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുള്ള എനിക്ക് നിർബന്ധമാണ്. കാരണം എന്ന് വെച്ചാൽ രാത്രിയാകുമ്പോൾ എന്തെങ്കിലും പാറ്റയോ പ്രാണിയോ വലിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ രാവിലെ ഒന്ന് മേശയിലും നല്ല വൃത്തിയിൽ തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ പണിയെടുക്കാമല്ലോ. അപ്പോൾ അത് മാത്രമല്ല, രാവിലെ അവിടെ ഒരു വിൻഡോ മാത്രം ഞാൻ തുറന്നിടാറുള്ളൂ. അതാകുമ്പോൾ എനിക്ക് ഡോറേനെ അവിടെ നിന്ന് കാണുകയും ചെയ്യുക, ഡോറേൻ്റെ സൗണ്ട് കേൾക്കുകയും ചെയ്യുക. ഡോറ ഈ രാവിലെ വെറുതെ ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ ആക്കുവേ. ഭക്ഷണം കിട്ടുന്നവരെ ഇങ്ങനെ ഈ ഒച്ചപ്പാടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഡോറ് തുറന്നു വെച്ചാൽ പിന്നെ എനിക്ക് ഇവിടെ കുറച്ച് വഴക്കൊക്കെ പറയാമല്ലോ. അടുത്തതായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പിൻ്റെ പുട്ടാണ്. എനക്കല്ല കേട്ടോ, ആൻറ്റിക്ക് വേണ്ടിയിട്ടാണ് ആക്കുന്നത്. ആൻറ്റിക്ക് ഗോതമ്പിൻ്റെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ആദ്യം അതാക്കാമെന്ന് വിചാരിച്ചു. തേങ്ങേൻ്റെ ഒന്നും പിന്നെ എനിക്ക് പണിയില്ല. കാരണം അത് മോനെ ഒരുമിച്ച് ചിരണ്ടിയിട്ട് ഫ്രിഡ്ജിൽ പാത്രത്തിലെടുത്ത് വെക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതെല്ലാം അതുകൊണ്ട് പണി ഈസിയാണ്. രാവിലെ തന്നെ ഈ തേങ്ങയൊക്കെ ചിരണ്ടാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരുമിച്ചിട്ട് തന്നെ പാത്രത്തിൽ ചിരണ്ടി വെക്കുന്നതുകൊണ്ട് പുട്ടൊക്കെ ആക്കുമ്പോൾ വലിയ പണിയില്ല. ഇനി രണ്ടാമത്തെ ട്രിപ്പ് പുട്ട് എന്ന് പറയുന്നത് അത് എനിക്കുള്ളതാണ്. അതായത് അരീൻ്റെ പുട്ടാണ്. കാരണം അരീൻ്റെ പുട്ട് ഞാൻ തന്നെ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി മില്ലിലൊക്കെ കൊണ്ടുപോയി പൊടിച്ച് അവിടുന്ന് വറുത്തിട്ട് കൊണ്ടുവന്നതാണ്. അതും കൂടി അവിടെ ആക്കി വെച്ച ശേഷം അടുത്തത് ഞാൻ അലക്കാനുള്ള പരിപാടിയാണ്. അലക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡ്രസ്സും അല്ല കേട്ടോ, മക്കളെ യൂണിഫോം മാത്രമാണ്. എല്ലാ ഡ്രസ്സും മെഷീനിലിടുക. മക്കളെ ഇത് ചിലക്ക് കല്ലുമ്പോൾ അലക്കിയാൽ മാത്രമേ വൃത്തിയാവുള്ളൂ. അത് പുറത്തങ്ങ് കുറച്ച് ദൂരെയായിട്ടാണ് അലക്കൽ വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ രണ്ടാൾ യൂണിഫോമൊക്കെ സോപ്പൊക്കെ വരച്ച് കല്ലിൽ വരച്ചിട്ട് വേണം അലക്കാൻ. അപ്പോൾ അത് അലക്കുന്ന സമയത്ത് മോൾ എന്നോട് ചോദിക്കുകയും ചെയ്തു, എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണോ അമ്മ ആക്കുന്നതെന്ന്. അവളും കാണട്ടെ അലക്കുന്നത് ഇങ്ങനെയാണെന്നല്ലേ. അവൾക്ക് അറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ അലക്കി വൃത്തിയായിട്ടാണ് ആകുന്നെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അല്ലാണ്ട് പിന്നെ ഇവിടെയൊക്കെ കാണാൻ നല്ല വൈബാണേ. ഇനിയിപ്പം കുറേ അലക്കാനുണ്ടെങ്കിൽ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് അലക്കുമ്പോൾ എന്ന് വെച്ചാൽ സമയം പോകുന്നേ അറിയില്ല, അലക്ക് തീരുന്നേ അറിയില്ല. പക്ഷെ നമുക്ക് ഈ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ആ യൂണിഫോം മാത്രം ഞാൻ അലക്കിൻ്റെ കല്ലിൻ്റെ മുകളിൽ നിന്ന് ആക്കിയിട്ട് ബാക്കി ഞാൻ മെഷീനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ തുണി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ. ബാക്കിയുള്ള തുണിയൊക്കെ മെഷീനിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അത്രയെങ്കിലും കുറച്ച് പണിയെങ്കിൽ ഒതുങ്ങി കിട്ടിയല്ല. രാവിലെ പോകുന്നവർക്ക് ഡ്യൂട്ടിക്ക് എത്തുന്നവരെ ഒരു പെടുപട തന്നെയാണ്.
ഒരു മിനിറ്റ് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മെഷീനിൽ തുണികളൊക്കെ ബാക്കിയിട്ട് അതിലേക്ക് വെള്ളമൊക്കെ നിറക്കണമല്ലോ. അതിനൊരു സോപ്പ് പൊടി കിട്ടിയതിന് ശേഷം പിന്നെ അതിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് മെഷീനും അവിടെ ഓണാക്കിയിട്ട് അത് അടച്ചിട്ട് ഞാൻ പിന്നെ നേരെ അടുത്ത കിച്ചണിലേക്ക് തന്നെ പോകാനുള്ള ഒരുക്കത്തിലുണ്ടായത്. കാരണം ബാക്കി പണിയും കൂടി നോക്കണമല്ലോ പോകാനാകുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ മെഷീൻ ഓണാക്കിയിട്ട് അവിടെ വെച്ചിട്ട് നേരെ കിച്ചണിലേക്ക് തന്നെ പോയി. അടുത്തത് ഞാൻ കുറച്ച് തക്കാളിയും ഉള്ളിയും കൂടി അവിടെ മുറിച്ച് വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ ആ പുട്ട് അവിടെ റെഡി ആയിട്ടുണ്ടായിനെ. അപ്പോൾ എന്ന് വെച്ചാൽ ഞാനവിടെ സ്റ്റീമൊക്കെ കുറച്ച് വെച്ചിട്ട് ഞാൻ പുട്ടൊക്കെ അതിൻ്റെ അകത്ത് എടുത്തിട്ട് പ്ലേറ്റിലേക്കൊക്കെ തട്ടി നല്ല കണ്ടീഷനിൽ കിട്ടിയില്ല കേട്ടോ. ചില സമയത്ത് വെച്ചാൽ ഞാൻ പുട്ട് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിഞ്ഞിട്ടൊക്കെ വരും. കാരണം നല്ല വൃത്തിയിലൊന്നും എനിക്ക് ചില സമയത്ത് കിട്ടലില്ല. അപ്പോൾ ഇന്ന് എന്താണെന്ന് അറിയില്ല, നല്ല വൃത്തിയിൽ തന്നെ പുട്ടെല്ലാം കിട്ടിയിട്ടുണ്ട് ഭാഗ്യത്തിന്. അതെടുത്തതിന് ശേഷം ഞാൻ പിന്നെ അടുത്തത് അരീൻ്റെ പുട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അരീൻ്റെ പുട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്തത് വെച്ചത്. പക്ഷെ വെക്കുമ്പോഴാണ് കണ്ടത് പുട്ടുംപാലിൻ്റെ വെള്ളം ഏകദേശം കുറച്ച് കഴിഞ്ഞില്ല. കാരണം ആദ്യം ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വീണ്ടും അതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ വെച്ചു. കാരണം അഥവാ വെള്ളം കഴിഞ്ഞ് വെച്ചാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം അടുത്ത എനിക്ക് വെള്ളം കുടിക്കാനുള്ള പരിപാടിയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കുടിക്കാൻ മറന്നു കേട്ടോ. എൻ്റെ രാവിലെ ഉള്ള ശീലമാണ്, വർഷങ്ങളായിട്ടുള്ള ശീലമാണ്. രാവിലെ എഴുന്നേറ്റ് ഞാനൊരു കപ്പ് നിറയെ വെള്ളം കുടിക്കുന്നത്. എൻ്റെ സ്വന്തം കപ്പാന്ന് കേട്ടോ. ഇതിൽ നിറയെ വെള്ളം കുടിച്ചിട്ട് മാത്രമേ ഞാൻ രാവിലെ തുടങ്ങലുള്ളൂ. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കേണ്ട തിരക്കിലെല്ലാം മറന്നുപോയി. അതിനുശേഷം ഞാൻ ചോറ് വാർക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലുണ്ടായി. കാരണം എന്ന് വെച്ചാൽ എൻ്റെ രാവിലെ ചോറ് റൈസ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് വാർത്തിട്ടില്ല. അപ്പോൾ ഏകദേശം അത് വാർക്കാനായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വെച്ച് ഏതായാലും അതങ്ങ് വാർത്ത് കളയാമെന്ന് ചോദിച്ചാൽ. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ രണ്ട് സൈഡിലും തുണിയൊക്കെ വെച്ചിട്ടാണ്. നിങ്ങളിങ്ങനെ തന്നെയാണോ ആക്കൽ? അതിനുശേഷം ഞാൻ പിന്നെ യൂട്യൂബിൽ എൻ്റെ രാവിലത്തെ ഷോർട്സും വീഡിയോസെല്ലാം ഞാൻ ഈ സമയത്താണ് അപ്ലോഡ് ചെയ്യലേ. ഇന്ന് കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ അതും ഞാൻ അപ്ലോഡ് ചെയ്തു. അതിന് ശേഷമാണ് നേരത്തെ അടുത്ത് ഞാൻ റൂണിക്ക് ഫുഡും കൊണ്ട് ആണ് പോയത്. ഓളാർന്ന് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വേഗം ഫുഡ് കൊടുത്താൽ പിന്നെ വലിയ ചൊറയിലില്ലാന്ന് വെച്ചിട്ടാണ് ഫുഡ് കൊടുത്തിരുന്ന റൂണിൻ്റെ അടുത്തേക്ക് പോയത്. എന്തൊരു സന്തോഷമാണെന്നറിയാം. ഫുഡും കൊണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടലും തുള്ളലും ഒന്നും പറയണ്ട. അതിന് ചില സമയത്ത് ഫുഡ് കൊടുത്താലും ഫുഡ് നല്ല കഴിക്കും. എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് തുള്ളലാന്നത്. പക്ഷെ എനിക്ക് കളിക്കാനും വർത്താനം പറയാനും സമയമില്ലല്ലോ. രാവിലെ ആകുമ്പോൾ പോകേണ്ടതല്ലേ. അതുകൊണ്ട് പിന്നെ അതിനൊന്നും സമയത്താണ്ട് ഓടി ഞാൻ നേരെ ഞാൻ ഡോറേൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഡോറ പുറത്തുനിന്ന് ഭയങ്കര ഒച്ചപ്പാടാക്കുന്നുണ്ടായിന്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ വന്ന് പിന്നെ അടുത്ത് ഡോറയ്ക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തു. പിന്നെ അവളോട് കൂടുതൽ സമയം വർത്താനം പറയാനൊന്നും നേരമൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ വന്ന് അപ്പോഴത്തേക്കും അടുത്ത പുട്ടും ആയിട്ടുണ്ടായിനെ. അതും ഞാനവിടെ ഇറക്കി വെച്ച് അങ്ങനെ പുട്ടൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് അടുത്തെന്ന് വെച്ചാൽ മക്കൾക്ക് എന്തെങ്കിലും ആക്കണം എന്ന് വെച്ചു. കാരണം സാധാരണ അവർക്കും അരീൻ്റെ പുട്ട് ആക്കല്. പക്ഷേ ഇന്ന് ഞാൻ പിന്നെ അരീൻ്റെ പുട്ട് ആക്കുന്നില്ല. കാരണം ഞാൻ കുറച്ച് ബ്രെഡ് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ബ്രെഡിനെ കൊണ്ട് ചെറിയ എന്തെങ്കിലും ഒരു സാൻഡ്വിച്ച് പോയിട്ട് മക്കൾക്ക് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അടുത്ത പണിയിലേക്ക് പോയത്. കാരണം ആ ബ്രെഡിൻ്റെ അകത്ത് കുറച്ച് മുട്ടയൊക്കെ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ വിതറിയതിന് ശേഷം കുറച്ച് എന്താ പറയുക കുറച്ച് നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ച തക്കാളിയില്ലേ, തക്കാളിയും ഉള്ളിയും കൂടിയൊക്കെ പൊടിയായി അരിഞ്ഞിട്ട് അതിലേക്ക് വിതറി കൊടുക്കുക. കുറച്ച് ചൂടായതിന് ശേഷം അത് നേരെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി സാൻഡ്വിച്ച് റെഡിയായേ. അതിനകത്ത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് കഴിക്കാം. മക്കൾക്ക് പൊതുവെ ഇങ്ങനത്തെ ഫുഡ് തന്നെയാണ് ഇഷ്ടം. എനിക്കും ഇഷ്ടം തന്നെയാണ്, ഇഷ്ടമല്ലാണ്ടൊന്നുമില്ല. എന്നാലും അത് കഴിച്ചു. അതിന് ശേഷം പിന്നെ ഞാൻ പിന്നെ അടുത്തതായിട്ട് പോയത് യൂണിഫോം ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ടാണ്. അവരെ യൂണിഫോം അതിനുശേഷം എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ അയൺ ചെയ്ത് വെച്ചതിന് ശേഷം അടുക്കളയിലേക്ക് തന്നെ വന്നു. അപ്പോഴത്തേക്കും ആൻറ്റി വന്നിട്ട് ചായയൊക്കെ ആക്കിയിട്ടുണ്ടായിന്. അതുകൊണ്ട് എൻ്റെ അത്രയും പോലെ പണി ഒഴിഞ്ഞു കിട്ടി. പിന്നെ മെഷീനിലെ തുണിയൊക്കെ ഞാൻ ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം അതൊക്കെ പുറത്ത് ആറിയിടാൻ വേണ്ടി പോരെ. ലീവ് ഉണ്ടെങ്കിൽ മോളൊക്കെ ആറിയിടും. പക്ഷേ അവൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ പിന്നെ അവൾ അതിനൊന്നും നിൽക്കില്ല. അല്ലാത്ത സമയത്ത് ഞാൻ അവിടെ എടുത്ത് വെച്ചാൽ അവളോട് പറയലാണ് ആറിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തതായിട്ട് വെച്ചാൽ അല്ലെങ്കിൽ മോനും അറിയിടുക, ചില ദിവസം മോനാണ് അറിയിടുക. അതിന് ശേഷം ഞാൻ വീണ്ടും അടുത്ത പണിയൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് അതിന് പോകാനുള്ള ഒരുക്കത്തിലാണ്. വേഗം ഡ്രസ്സും മാറി ഞാനിതാ പോകാനുള്ള ഒരുക്കത്തിലായിട്ട് വന്നു. ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വേഗം ഫുഡൊക്കെ എടുത്ത് വെക്കണം. ചോറൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിന്, കറിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് 2 കുപ്പിയിലായിട്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് സമയമില്ല. അതിന് ഏതായാലും അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വണ്ടി ഞാൻ സ്റ്റാർട്ടൊക്കെ പോകാൻ വേണ്ടി പോകാമെന്നേ. അപ്പോൾ കവറൊക്കെ ഞാനവിടെ എടുത്ത് വെച്ചു. കവറൊക്കെ വെച്ച് എന്തിനാണ് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. എപ്പോൾ ഞാൻ പോകാൻ വേണ്ടി പോകുന്ന സമയത്ത് ഡോറേനോട് ബൈ ബൈ പറഞ്ഞിട്ടേ പോലുള്ളൂ. കാരണം എപ്പോൾ ഇങ്ങനെ നോക്കി സങ്കടത്തിൽ ഇരിക്കുന്നുണ്ടാവും. ആ ഒരു ദയനീയ നോട്ടം കാണുമ്പോൾ അതിനോട് ടാറ്റ പറയാണ്ട് പോകാൻ തോന്നുകയില്ല. അങ്ങനെ ഡോറേനോടും കൂടി യാത്രയും പറഞ്ഞ് ഞാൻ വണ്ടി എടുത്തിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലുള്ളത്.
പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ആൻറ്റി അവിടെ നിന്ന് എന്തെല്ലോ പറയുന്നുണ്ടായിരുന്നു, എന്തെല്ലോ സാധനം അത് വാങ്ങണം ഇത് വാങ്ങണോ. ആൻറ്റിക്ക് പിന്നെ ഇന്ന് ഡോക്ടറെ അടുത്ത് പോകേണ്ട ദിവസമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോകുന്നല്ല എന്നോട് പറഞ്ഞ്. അങ്ങനെ ഞാൻ അവരോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഏതായാലും ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് പോകണേ. 9 മണിയാകുമ്പോഴത്തേക്ക് ഡ്യൂട്ടി സ്ഥലത്ത് എത്തണം. ബൈ ബൈ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.